വെൽക്കം. തഹ്മനാണ്. ആന്റികോയാഗുലൻസ് വീഡിയോ സീരീസിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ആന്റികോയാഗുലൻസിനെ ക്ലാസിഫൈ ചെയ്തു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ വാർഫാറിൻ ലൈക്ക് ഡ്രഗുകളെ കുറിച്ച് പറഞ്ഞു, ഓറൽ ആന്റികോയാഗുലൻസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഹെപ്പാരിൻ ലൈക്ക് ഇൻഡയറക്ട് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ഫാക്ടർ 10A ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറയണം, ഡയറക്ട് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറയണം, ദെൻ ബാക്കിയുള്ള മറ്റ് മരുന്നുകളെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ഫാക്ടർ 10A ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറയാം. നമ്മൾ കോമൺ കോയാഗുലേഷൻ പാത്വേ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും വന്ന് ചേരുന്ന പാത്വേ. അവിടെ ആദ്യം ഫാക്ടർ 10നെ ഫാക്ടർ 10A ആക്കി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ 10A പ്രോത്രോംബിനെ ത്രോംബിൻ ആക്കി മാറ്റുന്നു. ആൻഡ് ഈ ത്രോംബിൻ എന്ത് ചെയ്യും? ഈ ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റും. ഇതാണ് ഫാക്ടർ 1A ആക്കി മാറ്റും. 2 ആണ് 2A ആക്കി മാറ്റും. സോ ഇവിടെ നമ്മൾ തടയുന്നത് ഈ ഫാക്ടർ 10A തടയുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. സോ ത്രോംബിൻ ഉണ്ടാവുന്നത് തടയുന്നു. ത്രോംബിൻ ഇല്ലെങ്കിൽ ഫൈബ്രിനോജൻ ആവുന്നില്ല. നമുക്ക് ആത്യന്തികമായിട്ട് ഫൈബ്രിനാണ് വേണ്ടത്. ഇവിടെ പറയുന്ന എല്ലാ മരുന്നുകളും ഓറൽ ആണ്, ഗുളികയായിട്ട് കൊടുക്കാവുന്ന മരുന്നുകളാണ്. ഓറൽ. വാർഫാറിന്റെ പ്രശ്നം എന്തായിരുന്നു? വാർഫാറിൻ വിവിധ തരം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ 10A മാത്രമൊന്നുമല്ല, വിവിധ തരം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഒക്കെ തടയുന്ന മരുന്നാണ്. സോ ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് അൺപ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ ഇത് ഓൺലി ഫാക്ടർ 10A മാത്രമാണ് തടയുന്നത്. സോ എഫക്ട് ഈസ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള എഫക്ട് ഉള്ള മരുന്നാണ്. ഈ മരുന്നുകളുടെ പേരുകൾ എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുന്നത് ജബാനിലാണ്. ജബാൻ എന്ന് പറയുമ്പോൾ ഈ എക്സെ നമുക്ക് ഫാക്ടർ 10A ആയിട്ട് കൂട്ടിയാൽ മതി. ആൻഡ് AN ഈസ് ഫോർ ആന്റഗോണിസ്റ്റുകളാണ്. മരുന്നുകളുടെ പേര് എപ്പി എന്ന് എഴുതുക, ജബാൻ തന്നെയാണ്. ജബാൻ അപ്പോൾ നമുക്ക് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ദെൻ റിവറോ RIVARO റിവറോ ജബാൻ ഉണ്ട്. ദെൻ ഇഡോ ജബാൻ. സോ എല്ലാം ജബാൻ ആണ്, എല്ലാം ഓറലാണ്. മൂന്നിന്റെയും പ്രവർത്തന രീതി സെയിം ആണ്. ഫാക്ടർ 10A ഇൻഹിബിറ്റേഴ്സ് ആണ്. ആൻഡ് ഉപയോഗങ്ങൾ അപ്പോൾ സെയിം ആണ്, ലൈക്ക് വാർഫാറിൻ ആണ്. ഒന്ന് DVTയിൽ നമുക്ക് ഉപയോഗിക്കാം, പൾമണറി എംബോളിസത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ നീ സർജറി ഓർ ഹിപ്പ് സർജറി അതൊക്കെ കഴിയുമ്പോൾ ലിവെയിൻ ത്രോംബോസിസ് വന്ന് പൾമണറി എംബോളിസം ഒക്കെ ഇല്ലാതിരിക്കാൻ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഏട്രിയൽ ഫിബ്രിലേഷൻ വിത്ത് മിട്രൽ വാൽവ് സ്റ്റെനോസിസ് ഈ കണ്ടീഷൻ വന്നിട്ട് സ്ട്രോക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട്, സ്ട്രോക്ക് തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ട്രാൻസിയന്റ് ഇഷ്കീമിക് അറ്റാക്സ് ഒക്കെ തടയാനായിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷേ ഇതിൽ അപ്പിക്സബാൻ വാൽവുലാർ ഹാർട്ട് ഡിസീസസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. വാൽവിന് തകരാറുണ്ടെങ്കിൽ, പുതിയ വാൽവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹേർട്ട് വാൽവ്, ആർട്ടിഫിഷ്യൽ വാൽവ് ഒക്കെ ഉള്ളവരിൽ ഉപയോഗിക്കുന്നില്ല. മറ്റ് രണ്ട് മരുന്നുകളെ കുറിച്ച് എനിക്ക് കൃത്യം അറിയില്ല. ദെൻ സിവിയർ ലിവർ ഡിസീസസ് ആ കേസിൽ അപ്പിക്സബാൻ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പിക്സബാൻ ഒഴിവാക്കണം. ദെൻ കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പിക്സബാന്റെ ഡോസ് ഒന്ന് കുറച്ചാൽ മതി. സാധാരണ 5 മില്ലിഗ്രാം 2 നേരമാണ് സാധാരണ നമ്മൾ കൊടുക്കുക. കിഡ്നി ഡിസ് ആണെങ്കിൽ അപ്പോൾ 2.5 മില്ലിഗ്രാം 2 നേരമാക്കി കുറയ്ക്കാം. ആൻഡ് ഈ വാർഫാറിൻ ഉപയോഗിക്കുകയാണെങ്കിൽ, വാർഫാറിന് ഇതിലേക്ക് മാറുകയാണെങ്കിൽ എല്ലാ മരുന്നുകളും, പറയുന്ന എല്ലാ മരുന്നുകളും നമ്മൾ INRനെ കുറിച്ച് നമ്മൾ വാർഫാറിൽ പറഞ്ഞു. INR 2 ആക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ദെൻ അപ്പിക്സബാൻ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ CYP3A4 അതിൽ ഇടപെടുന്ന മരുന്നുകൾ, ഇതിന് ഇൻഡ്യൂസേഴ്സ് ഉണ്ട്, ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഈ മരുന്നുകളൊക്കെ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഗുണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ആൻഡ് അപ്പിക്സബാന്റെ ഡോസ് ഞാൻ പറഞ്ഞു 5 മില്ലിഗ്രാം 2 നേരമാണ്. അത് രോഗികളിൽ അളവ് കുറയ്ക്കണം. DVTയിൽ സാധാരണ 10 മില്ലിഗ്രാം ആണ് കൊടുക്കുക. ഇഡോക്സബാൻ ആണെങ്കിൽ നമ്മുടെ ഡോസ് എന്ന് പറയുന്നത് ദിവസം 60 മില്ലിഗ്രാം ഒക്കെയാണ്. സോ ലിറ്റിൽ ബിറ്റ് ലെസ് പൊട്ടന്റ് ആണ്. ദെൻ റിവറോക്സബാൻ ആണെങ്കിൽ നമ്മുടെ ഡോസ് 20 മില്ലിഗ്രാം നൈറ്റ് ആണ്, ഭക്ഷണത്തിനോടൊപ്പമാണ് കഴിക്കുക. സ്ട്രോക്കിലൊക്കെ നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ 10 to 15 മില്ലിഗ്രാം വീതമായിരിക്കും നമ്മൾ കൊടുക്കുക ദിവസം. ആൻഡ് ഈ റിവറോക്സബാന്റെ പ്രധാനപ്പെട്ട ദോഷം എന്താണെന്ന് വെച്ചാൽ GI ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സൈഡ് എഫക്റ്റ് ആണ് റിവറോക്സബാന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ദഹനേന്ദ്രിയ സംബന്ധമായിട്ടുള്ള. ദെൻ ഇവ അധികമായി കഴിഞ്ഞാൽ, ഇഫ് ദർ ഈസ് ടോക്സിറ്റി ഓഫ് ഫാക്ടർ 10A ഇൻഹിബിറ്റേഴ്സ്, ജബാന്റെ ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നത് ഫാക്ടർ 10A തന്നെ അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. ഫാക്ടർ 10A നേരിട്ട് കൊടുക്കാം. അതിന്റെ പേര് ആൻറ്റിക്സാനെറ്റ് ആൽഫ എന്നാണ് ഇതിന്റെ ആന്റിഡോട്ടിന്റെ പേര്. സോ ഇതിനപ്പോൾ അതിന്റെ ആന്റിഡോട്ട് ഉണ്ട്, അതാണ് ആൻറ്റിക്സാനെറ്റ് ആൽഫ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫാക്ടർ 10A ആണ്. അപ്പോൾ ഇനിയും നമുക്ക് പറയേണ്ടത് ഡയറക്ട് ത്രോംബിൻ ഓർ ഫാക്ടർ 2A. ത്രോംബിൻ എന്ന് പറയുമ്പോൾ ഫാക്ടർ 2A ആണ് ഓർത്തിരിക്കുക. 2A അതിനെ തടയുന്ന, ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നുകളെ കുറിച്ചിട്ട്. ഇത് 2 തരമുണ്ട്, ഓറൽ ഉണ്ട് ആൻഡ് ഓൾസോ ഇഞ്ചക്റ്റബിളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഓറൽ മരുന്നുകളെ കുറിച്ച് പറയാം. സോ ഇതപ്പോൾ ഓറൽ ആന്റികോയാഗുലന്റിൽ വരുന്ന മരുന്നാണ്. ഓറൽ മരുന്നിന്റെ പേര് ഡാബിഗാട്രാൻ എന്ന് പറയുന്ന മരുന്നാണ് ഇതിന്റെ ഓറൽ മരുന്ന്. എറ്റക്സിലേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ടാണ് ഡാബിഗാട്രാൻ എറ്റക്സിലേറ്റ്. ഇപ്പോൾ വാർഫാറിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാവുന്ന മരുന്നാണ്. ഉപയോഗിക്കുമ്പോൾ വാർഫാറിൻ പോലെ തന്നെയാണ്, പക്ഷേ INR ആദ്യം
2 വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് ഹിപ്പ് സർജറീസിൽ നമുക്ക് ഉപയോഗിക്കാം, വാൽവുലാർ സർജറീസിൽ നമുക്ക് ഉപയോഗിക്കാം, DVT ആൻഡ് ഓൾസോ പൾമണറി എംബോളിസം. അതിനകത്തൊക്കെ നമുക്ക് ഗുളികയായിട്ട് 150 മില്ലിഗ്രാം വീതം 2 നേരം BD ആണ് സാധാരണ ഡോസ്. ആൻഡ് ഇതും കിഡ്നി ഫെയിലിയർ ഉള്ള ആൾക്കാരിൽ ഡോസ് റീനൽ ക്ലിയറൻസ് ഒക്കെ നോക്കിയിട്ട് ഡോസ് റിഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം GIT അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഇതിന് പ്രധാനമായിട്ടും പറയാനുള്ളത്. ദെൻ ഓഫ് കോഴ്സ് നമുക്ക് ബ്ലീഡിങ്, എല്ലാ ആന്റികോയാഗുലന്റിലും ബ്ലീഡിങ് നമുക്ക് ദോഷമായിട്ട്. ദെൻ PGP ആയിട്ട് ഇടപെടുന്ന മരുന്നുകളുണ്ടല്ലോ, വെറാപ്പമിലായാലും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ CYP ആയിട്ട് ഇടപെടുന്ന മരുന്നുകൾ, ക്യുനിഡിൻ, വെറാപ്പമില, മിഡാരോൺ, ആസ്വൾ ആന്റിഫംഗൽ. സോ ഇതെല്ലാം മരുന്നിന്റെ ടോക്സിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ടോക്സിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനും ഒരു ആന്റിഡോട്ട് ഉണ്ട്. സോ ആന്റിഡോട്ട് ഫോർ ഡാബിഗാട്രാൻ ഈസ് മോണോക്ലോണൽ ആന്റിബോഡിയാണ്. പേര് ഇഡാരു എന്നാണ്. ഇഡാരുസിസിമാബ് എന്ന് പറയുന്ന ഒരു ആന്റിഡോട്ട് ആണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റേഴ്സ് ഓറലിനുള്ള ആന്റിഡോട്ട് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരിട്ട് ത്രോംബിനെ തടയുന്ന ഇഞ്ചക്റ്റബിൾ മരുന്നുകൾ ഏതാണെന്ന് നോക്കാം. സോ ഓറലാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇനി ഇഞ്ചക്ഷൻസ് പറയണം. ഇഞ്ചക്ഷൻസ് നമ്മുടെ ആദ്യ മരുന്ന് ലീച്ച് എന്ന് പറയുന്ന അട്ടയുടെ സലൈവയിൽ നിന്ന് കിട്ടിയ ഹിറുഡിൻ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. ദെൻ ഇതിന്റെ പിന്നെ സിന്തറ്റിക് വെറൈറ്റി വന്നു, സിന്തറ്റിക് ഹിറുഡിൻസ് വന്നു. ഉദാഹരണം നമ്മൾ ഡെസിറുഡിൻ, എല്ലാം റുഡിനിലാണ് അവസാനിക്കുക. ദെൻ ലെപ്പിറുഡിൻ, ഇതെല്ലാം സബ്ക്യൂട്ടേനിയസോ IVയോ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടിരുന്നായിരുന്നു, സബ്ക്യൂട്ടേനിയസ് ഓർ IV. പക്ഷെ ഇപ്പോൾ ഈ മരുന്നുകൾ ഒന്നും ഉപയോഗത്തില്ല, ഹിറുഡിൻ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നോൺ ഹിറുഡിൻ ആണ്. ഹിറുഡിൻ അല്ലാത്ത ടൈപ്പ് മരുന്നുകളുണ്ട്. അതിന്റെ ഒന്ന് പേര് ബിവാലി റുഡിൻ ആണ്. പേര് റുഡിൻ ഒക്കെ ആണെങ്കിലും അത് നോൺ ഹിറുഡിൻ ആണ്. ദെൻ വേറൊരെണ്ണം ഫേമസ് ആയിട്ടുള്ളത് അർഗാട്രോബാൻ എന്ന് പറയുന്ന മരുന്ന്, അർഗാട്രോബാൻ. സോ ഇത് രണ്ടും IV ആണ്, ഇഞ്ചക്ഷൻസ് ആണ്, IV ആണ്. ആൻഡ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ ഹെപ്പാരിൻ കൊടുത്തു കഴിഞ്ഞാൽ ഹെപ്പാരിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകും എന്ന് നമ്മൾ ഹെപ്പാരിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. അവിടെ ഇൻ HIT ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ഇതാ ബിവാലിറുഡിൻ ഓർ അർഗാട്രോബാൻ പോലെയുള്ള മരുന്നുകളായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. സോ ഹെപ്പാരിന് പകരം നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് ആസ് റീപ്ലേസ്മെന്റ് ഫോർ ഹെപ്പാരിൻ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഹിപ്പ് നീ സർജറീസിലൊക്കെ നമുക്ക് ചെയ്യാം. ഹിപ്പ് നീ സർജറീസിലൊക്കെ എന്താണ് പ്രശ്നം? ഫാറ്റ് എംബോളിസം വരാം, അതുമൂലം DIC ഒക്കെ വരാനായിട്ട്, അത് തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഈ മരുന്നുകൾക്ക് പക്ഷേ ഒരു ടെസ്റ്റ് വേണ്ടി വരും, മോണിറ്ററിംഗ് വേണ്ടി വരും. ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് പാർഷ്യൽ പ്രോത്രോംബിൻ APT ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. APT നമുക്ക് ചെയ്യേണ്ടി വരും, ആക്ടിവേറ്റഡ് പാർഷ്യൽ പ്രോത്രോംബിൻ ടൈം നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ആൻഡ് ഈ ബിവാൽറുഡിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിലൊക്കെ ഉപയോഗിക്കാം. ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ 1 മില്ലിഗ്രാം പെർ കിലോഗ്രാം പെർ അവർ ആണ് വർദ്ധിപ്പിച്ചിട്ട് 2.5 വരെ. ദെൻ പിന്നീട് 200 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ ഹവർ ആക്കിയിട്ട് ഒരു 20 അവേഴ്സ് ആണ് നമ്മൾ ഇതിന്റെ ഡോസ്. ദെൻ അർഗട്രോബാൻ നമ്മൾ PCAയിൽ ഓർ പെർക്യൂട്ടേനിയസ് ആൻജിയോപ്ലാസ്റ്റിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 25 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റ് എന്ന തോതിലാണ് ഉപയോഗിക്കുക. ആൻഡ് സാധാരണ ഇത് ഉപയോഗിക്കുക 2 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റ് തുടങ്ങിയിട്ട് 10 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റ് എന്ന തോതിലായിരിക്കും നമ്മൾ ഈ മെത്തേഡ്. അർഗട്രോബാന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർഗട്രോബാൻ ഉണ്ടാക്കുന്നത് ഒന്ന് ബാക്ക് പെയിൻ ആണ്, പുറം വേദന ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡയേറിയ ഉണ്ടാക്കാം ആൻഡ് ഓൾസോ ഹെഡേക്ക്. ഇതൊക്കെയാണ് ഇവയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അർഗട്രോബാൻ കിഡ്നി ഫെയിലിയറിൽ സേഫ് ആണ് എന്നുള്ളതാണ്. സോ കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിലും ഡോസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല, കിഡ്നി ഫെയിലിയറിൽ മരുന്ന് സേഫ് ആണ്. ഇനി മറ്റു മരുന്നുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡാനാപെറോഡ് ആണ്. മരുന്നിന്റെ പേര് DANAPARAOD, ഡാനാപെറോഡ്. സോ ബാക്കിയെല്ലാം പാരിനിലാണ് അവസാനിക്കുന്നത്, ഇത് പാരിൻ അല്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് ഹെപ്പാരിൻ. ഹെപ്പാരിൻ ഉള്ള മരുന്നല്ല. സോ ഇറ്റ്സ് ആൻ ഹെപ്പാരാനോയിഡ് പോലെയുള്ള മരുന്നാണ്, ഹെപ്പാരിനോയിഡ് പോലെയുള്ള മരുന്നാണ്. സോ ഇറ്റ്സ് എ മിക്സർ ഓഫ് ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കാൻസിന്റെ ഒരു മിക്സറാണ്. ഏതൊക്കെല്ലാം ആണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഹെപ്പരാൻ ആണ്. ബ്ലഡ് വെസൽസിനകത്ത് നമുക്കറിയാം ഹെപ്പരാൻ ആണ് ഉള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹെപ്പരാൻ സൾഫേറ്റ് ഇതിനകത്തുണ്ട്. ദെൻ ഡെർമറ്റാൻ സൾഫേറ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ ദെൻ കോൺട്രോയിറ്റിൻ സൾഫേറ്റ്. സോ ഇങ്ങനെയുള്ള 3 ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കാൻസിന്റെ ഒരു മിക്സ്ചറാണ് ഈ മരുന്ന്. ആൻഡ് ഇൻ US ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല, അവിടെ പിൻവലിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് മരുന്ന് തടയുന്നത് ആന്റിത്രോംബിൻ വഴിയാണ്. ആന്റിത്രോംബിൻ 3 തന്നെയാണ്. ആന്റിത്രോംബിൻ 3 എന്ന് പറയുമ്പോൾ ലൈക്ക് ഹെപ്പാരിനെയൊക്കെ പോലെ തന്നെ, ഹെപ്പാരിനെ പോലെ എന്ന് പറഞ്ഞാൽ കൃത്യം ഹെപ്പാരിനെ പോലെയല്ല, ഓൺലി ഫാക്ടർ 10A ആണ് തടയുക. അപ്പോൾ ഇതൊരു ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിനെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫോണ്ടാപാരിനെ പോലെയുള്ള മരുന്നുകളുടെ ആക്ഷൻ തന്നെയാണ്. ഇത് അവിടെ പറയായിരുന്നു, ഇവിടെയാണ് പറയുന്നത്. പക്ഷെ ഇതാണ് 10A ആണ് തടയുന്നത്. സോ ഇത് ഫാക്ടർ
9 വഴി ത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും തടയുന്ന പരിപാടിയാണ്. സോ ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് തടയുന്നതും മെക്കാനിസമാണ്. സോ ഉപയോഗങ്ങൾ എന്ന് വെച്ചാൽ DVTയിൽ ഉപയോഗിക്കാം. ദെൻ ഹെപ്പാരിൻ ഇൻഡ്യൂസ് ത്രോംബോസൈറ്റോപീനിയയിലാണ് പ്രധാനപ്പെട്ട ഉപയോഗം. ആൻഡ് ഇതിന്റെ മെറ്റബോളിസം നടക്കുന്നത് കിഡ്നിയിലാണ്. റീനലി മെറ്റബോളൈസ്ഡ് ഡ്രഗ് ആണ്. സോ അപ്പോൾ കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ, കിഡ്നി അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മരുന്നിന്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ ഡോസ് എന്ന് പറയുന്നത് 1250 to 3750 യൂണിറ്റ്സ് ആണ്, ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. IV ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സബ്ക്യൂട്ടീനിയസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ 750 to 1500 യൂണിറ്റ് ആയിരിക്കും നമ്മൾ സബ്ക്യൂട്ടീനിയസ്. ഒരു 2-3 തവണ ദിവസം കൊടുക്കേണ്ടി വരും. സൈഡ് എഫക്ട്സ് നമുക്ക് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി എഴുതാവുന്നത് ബ്ലീഡിംഗ് തന്നെയാണ്. ദെൻ ഡിക്രീസ് പ്ലേറ്റ്ലെറ്റിംഗ് കുറയ്ക്കാം. പിന്നെ ഒരു പ്രശ്നം, ഇതിനകത്ത് ഒരു സൾഫേറ്റ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ സൾഫൈറ്റ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആസ്മയുള്ള ആൾക്കാരിൽ, സൾഫൈറ്റ് പ്രശ്നമുള്ള ആൾക്കാരിൽ ആസ്മ എക്സാസർബേഷൻ ഉണ്ടാകാനുള്ള ചാൻസുകൾ ഉണ്ട്. ഇതാണ് ഇവയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു മരുന്ന് ഡിഫിബ്രോടൈഡ് ആണ്. ഡിഫിബ്രോടൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ആൻഡ് ഇതിന്റെ കൃത്യം മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് അറിയാൻ പാടില്ല. ഒരുപാട് മെക്കാനിസം പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം ബ്ലഡ് വെസൽസിന്റെ എൻഡോതീലിയൽ സെൽസ്. സോ ഈ എൻഡോതീലിയൽ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ പറയുന്നുണ്ട്. ദെൻ ത്രോംബോട്ടിക് ആൻഡ് ഫൈബ്രിനോലൈറ്റ്, ഈ ആക്ഷൻസിന്റെ ബാലൻസ് റീസ്റ്റോർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. ദെൻ ഫൈബ്രിനോലൈസിസ്, ഫൈബ്രിൻ കട്ടപിടിപ്പിക്കുന്നത്, പൊളിക്കുന്നത്, അത് വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് പ്ലാസ്മിൻ ആക്ടിവേറ്റ് ചെയ്തിട്ട്. ദെൻ ഈ എൻഡോതീലിയൽ സെൽസിന്റെ പ്രൊലിഫറേഷൻ വർദ്ധിപ്പിച്ചിട്ടും അങ്ങനെയും ആക്ഷൻ പറയുന്നുണ്ട്. ദെൻ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്. ദെൻ ആന്റി ഓക്സിഡന്റ് ആക്ഷൻ. സോ ഇങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണ് ഡിഫിബ്രോടൈഡ് എന്ന് പറയും. സോ പണ്ട് ഇത് ഓറലും അവൈലബിൾ ആയിരുന്നു എന്നാണ്. ഇപ്പോൾ ഓൺലി ആസ് ഇഞ്ചക്ഷൻ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ആൻഡ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്പെസിഫിക് ആണ്. ഇത് ഉപയോഗിക്കുന്നത് ഹെപ്പാറ്റിക് വീനോ ഒക്ലൂസീവ് ഡിസീസ്, ഹെപ്പാറ്റിക് VOD എന്നാണ് നമ്മൾ ഇതിന് പറയാം. ഹെപ്പാറ്റിക് VODയിലാണ് ഇത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സൈനുസോയിഡൽ ഒബ്സ്ട്രക്ഷൻ സിൻഡ്രോം ഓർ SOD, ഹെപ്പാറ്റിക് SODയിൽ ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. മറ്റൊരു കാര്യത്തിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല. സോ ഇത് എവിടെയാണ് സംഭവിക്കുക, ആർക്കാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടന്ന, സ്റ്റെം സെൽസ് എടുത്ത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടന്ന് ചെയ്തവരിലാണ് ഈ ഹെപ്പാറ്റിക് VOD ഉണ്ടാവുക. സോ അവിടെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇത് ലഭിക്കുന്നത് പോർസൈൻ അല്ലെങ്കിൽ പോർക്കിന്റെ മ്യൂക്കോസൽ DNAയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുക. സോ മരുന്നപ്പോൾ കെമിക്കലി ഒലിഗോ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആണ്. അതാണ് ആ ടൈഡിൽ വന്ന് അവസാനിക്കുക, ഡിഫിബ്രോടൈഡ്. ആൻഡ് മറ്റു മരുന്നുകൾ പോലെ സിസ്റ്റമിക് ആയിട്ടുള്ള ആന്റി കോയാഗുലന്റ് ആക്ഷൻ ഒന്നും ഇവയില്ല. ഇവിടെയുള്ള രക്തക്കട്ടകൾ മാത്രം റെഡിയാക്കുന്നു. അതല്ലെങ്കിൽ അത് കട്ട പിടിക്കാതിരിക്കാൻ നോക്കും. 50 മില്ലിഗ്രാമിന്റെ അവൈലബിൾ ആണ്. 200 മില്ലിഗ്രാം ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡോസ് 6.25 മില്ലിഗ്രാം പെർ കിലോഗ്രാം. എല്ലാ 6 മണിക്കൂർ ഇടവിട്ട് 2 മണിക്കൂർ നേരമുള്ള ഒരു ഇഞ്ചക്ഷൻ ആയിട്ട്, ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കണം. ആൻഡ് മിനിമം 21 ദിവസം എങ്കിലും ഈ മരുന്ന് കൊടുക്കണം, ഹെപ്പാറ്റിക് VOD. സോ ഇതാണ് ഡിഫിബ്രോടൈഡ് എന്ന് പറയുന്ന മരുന്ന്. പിന്നെ നമുക്കൊരു ആന്റിഡോട്ട് കൂടി പറഞ്ഞു നിർത്താം. അത് ഫാക്ടർ 11A തടയുന്നത്, അല്ലെങ്കിൽ ഡാബിഗാട്രാൻ എന്ന് പറയുന്ന മരുന്നിനെ തടയാം. ഹൈ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ. സോ ഇവ എല്ലാത്തിനെയും തടയാൻ പറ്റുന്ന ഒരു ആന്റിഡോട്ടാണ്. ആന്റിഡോട്ടിന്റെ പേര് ഞാൻ ഇവിടെ എഴുതാം. അതിന്റെ പേര് ഒരു പ്രത്യേക പേരാണ് സിറാപാരൻ ടാഗ് എന്നാണ് ഈ മരുന്നിന്റെ പേര്. FDA അപ്രൂവൽ ഒന്നും ആയിട്ടില്ല ഇതുവരെ, എങ്കിലും ഇത് ഇറങ്ങിയേക്കാം. സോ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ആന്റികോയാഗുലൻസ് കണ്ടു. ഇനിയപ്പോൾ നമുക്ക് ആന്റികോയാഗുലൻസിൽ പറയാനുള്ളത് ഇൻ വിട്രോ ആന്റികോയാഗുലൻസ് ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ നമുക്ക് പിറകെ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.